നിങ്ങളോട് ചെയ്യുന്നത്? ഇത് കൂടുതൽ എങ്ങനെ ജോലി ഞങ്ങൾ ചെയ്യണം? ഞങ്ങളൊരു വിധവയാണ്, ഞങ്ങൾക്ക് വേറെ ഒരാളില്ല, അതറിയാമോ? ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ചോദിക്കാണ് സാർ, ഞങ്ങൾ എന്ത് തെറ്റാണ് ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത്? നമസ്കാരം, കൊല്ലം എക്സ്പ്രസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കണ്ണുനീർ കാണാതെ പോകരുത്. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 11ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോട് മുൻ വാർഡ് മെമ്പറുടെ മാനസിക പീഡനം കാണാം. ഞങ്ങളുടെ റിപ്പോർട്ടർ അനന്തകൃഷ്ണൻ പുന്നക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 11ാം വാർഡിൽ മുൻ വാർഡ് മെമ്പറുടെ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ വാർഡ് മെമ്പറുടെ ഭാര്യയാണ് ഈ വാർഡിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഈ തൊഴിലാളികളിൽ ഒരാളുടെ മരുമകൾ ഈ വാർഡ് മുൻ മെമ്പറുടെ ഭാര്യയ്ക്കെതിരെ മത്സരിച്ചിരുന്നു. അതിന്റെ വ്യക്തിവിരോധമാണ് എന്ന് ചിലർ കൊല്ലം എക്സ്പ്രസ് ന്യൂസിനോട് പറഞ്ഞു. ഈ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മാറ്റർ പല ദിവസങ്ങളിലും രാവിലെ വന്ന് നോക്കിപ്പോയാൽ പിന്നെ വരാറില്ലെന്നും ജോലിക്ക് ഈ യൂണിറ്റിൽ മിക്കവരും വരാതെ വീട്ടിലും മറ്റാവശ്യങ്ങൾക്ക് പോവുകയും ചെയ്യും. എന്നാൽ പഞ്ചായത്തിൽ മാക്സ് ടോൾ കൊടുക്കുമ്പോൾ ജോലിക്ക് വരാത്തവരെയും ഉൾപ്പെടുത്തുന്നു എന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊല്ലം എക്സ്പ്രസ് ന്യൂസിനോട് പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഈ പരാതിക്കാരും വിധവകളുമായ പട്ടിണിപ്പാവങ്ങളെ വർഷങ്ങളായി മുൻ മെമ്പർ മാനസിക പീഡനത്തോടൊപ്പം കഠിനവേലയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കൊല്ലം എക്സ്പ്രസ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്തയറിഞ്ഞെത്തിയപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരുന്നു. ജോലി മുഴുവനും എത്ര രാത്രിയായാലും തീർത്തിട്ടേ ഇവിടെ നിന്ന് പോകാവൂ എന്ന് ഇനി തൊഴിലാളികളോട് പറഞ്ഞതായും തൊഴിലാളികൾ കണ്ണുനീരോടുകൂടി കൊല്ലം എക്സ്പ്രസ് ന്യൂസിനോട് പറഞ്ഞു. പീഡനത്തിനെതിരെ കളക്ടർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് തൊഴിലാളികൾ. ഈ കണ്ണുനീർ സർക്കാർ കാണാതെ പോകരുത്. ഞങ്ങൾ 6 പേരുണ്ട്. ഈ 5 പെണ്ണുങ്ങളും ഒരാണുമാണ് ഇതിനകത്തുള്ളത്. കയ്യാല കോരിയ ഈ അയ്യം വൃത്തിയാക്കാതെ ഞങ്ങൾ എങ്ങനെ കയ്യാല വരും? അയ്യം വൃത്തിയാക്കി കയ്യാൽ വരെയോ സമയം കഴിഞ്ഞ് ഇപ്പൊ 6 മണിയായി. സാധാരണ 4:45 ഞങ്ങൾ പോകാം. ഇന്ന് 6 മണിയായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയിട്ടില്ല. ജോലി ചെയ്യിക്കുന്ന ആള് സ്ഥലത്തില്ല. ഇത് പറഞ്ഞ വ്യക്തി അപ്പുറത്തൊരു മെമ്പറാണ് ഞങ്ങളോട് ഇത് പറഞ്ഞത്. 6 മണിയായി ഇതുവരെ ഞങ്ങൾ പോയിട്ടില്ല. കൊറോണ വന്ന സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി ജോലി ചെയ്യിച്ചു. 11 പേര് ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ ആ അയ്യത്താണ് ഞങ്ങളെ കൊണ്ടുപോയി ജോലി ചെയ്യിച്ചത്. ഞാൻ അതിലെ ദിവസങ്ങൾ ഒരു ദിവസം മൊത്തം അവിടെ ഇരുന്ന് ഞാൻ അറിഞ്ഞില്ല അവരവിടെ ക്വാറന്റൈനിൽ ഇരിക്കുകയാണെന്നും പനിയാണെന്നും ഞാൻ അറിഞ്ഞില്ല. അന്ന് അങ്ങനെ ഈ ജോലി ചെയ്യിക്കുന്ന വ്യക്തി ഞങ്ങളോട് പറയത്തില്ല അവിടെ പനിയാ, നിങ്ങളവിടെ കയറണ്ടെന്ന് പറഞ്ഞില്ല, മെമ്പർ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇതെന്തുവാണ് ഞങ്ങളോട് ഇത് ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ 6 പേരോട് ഇങ്ങനെ ചെയ്യുന്ന? എനിക്കാണെങ്കിൽ 3 കൊച്ചുങ്ങളുണ്ട്. ഒരു കൊച്ചാണ് കൊച്ചും കൂടെയാണ് അവക്കുള്ളത്. സംസാരിക്കാത്ത കൊച്ചാണ്, ഇത് ഒരു ദിവസം ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാൻ വൃത്തിയില്ലാത്തവരാ. ഇത് കൂടുതൽ എങ്ങനെ ജോലി ഞങ്ങൾ ചെയ്യും? ഞങ്ങളൊരു വിധവയാണ്, ഞങ്ങൾക്ക് വേറെ ഒരാളില്ല, അതറിയാമോ? ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ചോദിക്കാണ് സാർ, ഞങ്ങൾ എന്ത് തെറ്റാണ് ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത്? ഭർത്താവില്ല, വേലതരം, മക്കളെ ഞങ്ങൾക്ക് വേലതരം, അവർക്ക് വരുമാനമുള്ളത് മക്കളല്ല. ഒരു വർഷം കൊണ്ട് കൊച്ചുങ്ങൾ ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഓരോ ദിവസം ഇതുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് എടുക്കാം. ഈ ഒരു ഈ വാർഡില് 11 ദിവസം 15 ദിവസം ജോലി ഇല്ലാതാക്കി. അതും നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ ഇത് ജോലി ഇല്ലാതെ 15 ദിവസം ഓട്ടം നോക്കി ഞങ്ങൾ ആക്കി. ഇപ്പൊ ഇന്നലെ അങ്ങോട്ട് ജോലി തുടങ്ങി. ഞങ്ങൾക്ക് ഭർത്താവും ഇല്ല, ഞങ്ങൾക്ക് മക്കളും വരും. 10 ദിവസം ഞങ്ങൾക്ക് ജോലി ഇല്ലാതെ ഞങ്ങൾ നിന്നിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ജോലിക്ക് ഇപ്പോൾ ഇറങ്ങിയത് തന്നെ. എന്നിട്ട് ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടേ ഇരിക്കുന്നു. ഞങ്ങൾ എന്താ